കേന്ദ്രത്തോട് വിദ്യാർത്ഥികൾ പറയുകയാണ് ഞങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ് എന്ന്. അതേസമയം സുപ്രീം കോടതി പറയുന്നത് ഞങ്ങളുടെ സമയം പാഴാക്കരുത്, വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. രണ്ടും കോൺട്രഡിക്ഷൻ ആണ്. അപ്പോ ഇതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് സർ? അല്ല, ഒന്നാമത് സുപ്രീം കോടതിയുടെ ആ നിലപാട്, അവരുടെ ഒരു നിലപാടിൽ നിന്നാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത്. കോക്രോച്ച് എന്ന് കുട്ടികളെ വിളിക്കുന്നിടത്തുനിന്നാണല്ലോ വരുന്നത്. അവർക്ക് പണിയില്ലാതിരിക്കുന്നവരാണ്, സമയം ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെ. യഥാർത്ഥത്തിൽ അതൊക്കെ കഴിഞ്ഞ് ഭാഗമൊക്കെ വിട്ടു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കി. ആ ജനതാ പാർട്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവാക്കളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങി. ആ സമരം ഇപ്പോ 2 മാസം പല രൂപത്തിൽ വന്ന് 2 മാസത്തോളം തികയാണ്. ആ 2 മാസത്തോളം മെയ് മുതൽ തുടങ്ങി ഇപ്പൊ ജൂൺ ജൂലൈ. ഇപ്പൊ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അഭൂതപൂർവമായ പിന്തുണയാണ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഒന്ന്, അത് വളരെ നിർണായകമാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ എന്ന് പറയുന്നത് ഇത്തരം ഒരു സമരത്തിന് നിർണായകമാണ്. മാത്രമല്ല, ആ സമരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും പ്രതിപക്ഷ പാർട്ടികൾ ഇടപെടുന്നില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി, ഞാനത് കണ്ട ഒരു വ്യത്യാസം, രാഹുൽ ഗാന്ധി ആ സമരസ്ഥലത്തല്ല അദ്ദേഹം പോയത് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയോ സർക്കാരോ ഇവരുമായി മര്യാദയ്ക്ക് സംസാരിക്കാൻ തയ്യാറല്ല, ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുന്നു, ഷെല്ലാക്രമണവും ഒക്കെ വെച്ച് വളരെ സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളുടെ നേരെയാണ് ഈ ആക്രമണം നടത്തുന്നത്. അവരുന്നയിക്കുന്ന ആവശ്യത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിൽ തന്നെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോ ABVP എന്ന് പറയുന്ന BJPയുടെ വിദ്യാർത്ഥി സംഘടന അവർ തന്നെ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല എന്നൊരു കുറ്റം പറച്ചിൽ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൊതുസമൂഹം പൊതുവെ ഇത് അംഗീകരിച്ച ഒരു കാര്യമാണ്. 22 ലക്ഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓരോ ബാച്ചിലും ഇത് അനുഭവിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നീറ്റ്. എല്ലാ കുട്ടികളുടെയുമാണ്. എത്രയോ കുടുംബങ്ങൾ, പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കണക്കനുസരിച്ച് 1.32 ലക്ഷം കോടി രൂപയാണ് വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും ഇതിനായി ചെലവാക്കുന്നത് ഓരോ വർഷം. 1.32 ലക്ഷം കോടി രൂപ ചെലവാക്കി വന്നിട്ട് പരീക്ഷയിൽ വിശ്വാസ്യതയില്ല എന്ന് വന്നാൽ അതാർക്കും അത് പറയാൻ പറ്റില്ല. അപ്പൊ അവർക്കെതിരെ നടത്തിയ മർദ്ദനം, അതിന്റെ വീഡിയോ കാണണം എന്നാണ് വിദ്യാർത്ഥികളും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഞങ്ങൾക്ക് അതിന് സമയമില്ല എന്ന് പറയുന്നു. നേരെ മറിച്ച് ഇപ്പൊ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഉണ്ടാവുകയും അങ്ങനെ പോലീസുകാർക്കോ മറ്റാർക്കെങ്കിലോ കാര്യമായി പരിക്ക് പറ്റുകയും എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ സുപ്രീം കോടതി വീഡിയോ കാണുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ രണ്ട് ഭാഗത്തും, പോലീസിന്റെ ഭാഗത്തും ഫോഴ്സിന്റെ ഭാഗത്തും വിദ്യാർത്ഥികളുടെ ഭാഗത്തും ഉള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി വളരെയധികം പരിക്കേറ്റ ICUവിലാണ്. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഗർഭിണിയായിരുന്നു, ആ കുഞ്ഞിനെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് പാറ്റകളുടെ ആക്രമണത്തെ തുടർന്ന്. ഇനി ഇത് എനിക്ക് ചോദിക്കാനുള്ളത്, പാറ്റ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി മാത്രമാണോ ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്? അല്ലാതെ അവരുടെ ഒരു പ്രക്ഷോഭത്തെ ഹൈജാക്ക് ചെയ്യാനായിട്ട് മറ്റാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതായത് അവർ വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരുന്നത്. അല്ല, തീർച്ചയായിട്ടും അവരുടെ സമര രീതി വളരെ മാതൃകാപരമാണ്, സമാധാനപരമാണ്, അഹിംസാത്മകമാണ്. നിരാഹാരത്തിലാണ് അവർ ഊന്നിയിട്ടുള്ളത്. നിരാഹാരം, അഹിംസാത്മകം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് നൽകിയ അല്ലെങ്കിൽ ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാന സമര മുഖമാണ്. ആ സമരത്തിലൂടെയാണ് അവർ മുമ്പോട്ട് പോയത്. പിന്നെ പോലീസ് ആക്രമിക്കുമ്പോൾ ആരെങ്കിലും തിരിച്ചു ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പോലീസ് അത്ര ക്രൂരമായി ആണ് അവരെ നേരെ ആക്രമിച്ചത്. ഇപ്പൊ എന്റെ നേരെ വല്ലാതെ അടി വരുമ്പോൾ ഏത് അഹിംസാവാദിയും ചിലപ്പോൾ തടഞ്ഞു എന്ന് വരും, ചിലപ്പോൾ എതിർത്തു എന്ന് വരും. ഞാനതില്ല എന്നൊന്നും പറയുന്നില്ല. എല്ലാ അടിയും കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ജനതയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. യുവാക്കളാണ്. ഒരു സ്ട്രൈക്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ? തടഞ്ഞിട്ടുണ്ട്. തടഞ്ഞാൽ പോലും മതിയല്ലോ അങ്ങോട്ടും. ഞാൻ പറഞ്ഞത് ആ വീഡിയോ കണ്ടാൽ മതിയല്ലോ. ആ വീഡിയോ സുപ്രീം കോടതി കണ്ടിട്ട് ഈ സമരക്കാരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമുണ്ടായെങ്കിൽ അതിന് നടപടി എടുക്കാം. പോലീസ് എങ്ങനെയാണ് അതിക്രമിച്ചത് നോക്കി നടപടി എടുക്കുക. ഞങ്ങൾക്ക് സമയമില്ല എന്ന് സുപ്രീം കോടതി പറയുന്നതിന് ഒരു കുഴപ്പമുണ്ട്. ഇന്ത്യ രാജ്യം കണ്ട, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ജനകീയ പോരാട്ടമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അത് ഞാൻ പറഞ്ഞു. CJP എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ, സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്ന് ഇപ്പോൾ പ്രതിപക്ഷം, വിദ്യാർത്ഥി സംഘടനകൾ, ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ തന്നെ സമരത്തിൽ ആദ്യമേ ഉണ്ട്. അവരുണ്ട്.
ഐസ എന്ന് പറയുന്ന സംഘടനയാണ് 19 ദിവസമായി നിരാഹാരം നടന്നത്. JNUവിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയാണ്. ഒപ്പം SFI വന്നു, ASF വന്നു, NSUI വന്നു, എല്ലാവരും വരുന്നു. ഞാൻ അത് ശരിയുമാണത്. കാരണം വിദ്യാർത്ഥി സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ട് തീർച്ചയായും അവർക്കൊക്കെ വന്നേ പറ്റും. രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും 1-2 പ്രാവശ്യം മടിച്ചു നിൽക്കും. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോ 2011 ഇതുപോലൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി. അന്നാ ഹസാരയുടെ അഴിമതി വിരുദ്ധ മൂവ്മെന്റ് വന്നു. അഴിമതി വിരുദ്ധ മൂവ്മെന്റ് വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷം മുഴുവൻ അതിന്റെ കൂടെ കൂടി. ഇപ്പോ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അവിടെ പന്തലിൽ വന്നു. CPM CPI അടക്കമുള്ള നേതാക്കൾ പന്തലിൽ വന്നു. ബേബി വർധാനും അല്ലെങ്കിൽ D രാജയും അതുപോലെ വൃന്ദ കരാട്ടും ഒക്കെ പന്തലിൽ വന്നു. സമരത്തെ ശക്തമായി പിന്താങ്ങി. അതിന്റെ ഫലമായി സമരം വന്നു, ഗവൺമെന്റിനെതിരായ തീരുമാനം വന്നു, ജനവിധി വന്നു, BJP അധികാരത്തിൽ വന്നു, ആം ആദ്മി പാർട്ടി ഉണ്ടായി. അതൊക്കെ അതിന്റെ തുടർച്ചയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അത് മുഴുവൻ BJP ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന ഒരു വാദമുണ്ട്. BJP തന്നെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ആ സമരം. അതിൽ പോയി പെട്ടതാണ് ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ. അപ്പൊ BJP-കാരൊപ്പം ഇടതുപക്ഷം ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്തരം ഒരു സമരത്തിൽ ഇടപെടുമ്പോൾ ഒരു സൂക്ഷ്മത വേണം. ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസ് വെയിറ്റ് ചെയ്തതാണ്. കാരണം ഓടിക്കാടി വീണാൽ കഴിഞ്ഞ അവിടുത്തെ പോലെ എന്തെങ്കിലും ഗെയിം പ്ലാൻ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇടതുപക്ഷം ഇപ്പോ ഞങ്ങളാണ് ആദ്യം വന്നതെന്നൊക്കെ പറയുന്നതിൽ ഒരു കഥയില്ല. കാരണം അവർ തന്നെയാണ് ആദ്യം അന്നാ ഹസാരയുടെ സമരത്തിനും ആദ്യം വന്നത്, BJP-യുടെ ഒപ്പം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോ പക്ഷെ കോൺഗ്രസ് അതിൽ ഇടപെട്ട രീതി വളരെ നല്ല രീതിയാണെന്ന് ഞാനിപ്പോഴും കാണുന്നത്. പ്രതിപക്ഷം എന്ന നിലയിൽ സമരത്തിലേക്ക് പോകാതെ അവിടെയുള്ള ആളുകളുടെ ആ സമരത്തിന്റെ നേതൃത്വം അല്ല അവർ ഏറ്റെടുത്തത്. സമരം കുട്ടികൾ നടത്തുന്നു, അതിനെ അവഗണിക്കരുത്. അവരുമായി ചർച്ച ചെയ്യണം. ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യണം. പ്രതിപക്ഷത്തിന്റെ റോള് പാർലമെന്റിലും കൂടിയാണ്. ഒരു പാർലമെന്ററി പ്രതിപക്ഷമാണ്. 3 ദിവസമായി അവർ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. ഈ വിഷയം ഇത്രയും ഗൗരവമായി കത്തി നിൽക്കുന്ന ഒരു വിഷയം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് ഭരണപക്ഷം പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. അത് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധിയും MP-മാരും ആളുകളും ചെല്ലുന്നത്. ഞാൻ പറഞ്ഞ ആ സമരത്തിന്റെ രീതിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രതിഷേധം ആളെ കത്തിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ പണിയാണ്, അത് അവരുടെ പണിയാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരായി നടന്ന അതിക്രൂരമായ അക്രമം, അദ്ദേഹത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോവുക, എടുത്തു കൊണ്ടുപോവുക, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുക. അദ്ദേഹം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റ് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് സ്പീക്കറുടെ അനുമതി വേണം. സ്പീക്കറുടെ അനുമതിയില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ തെറ്റായ ഒരു സംഗതി അവിടെ നടന്നിരിക്കും. എന്തുകൊണ്ട് ഇവർക്ക് ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നില്ല? ചെയ്യാൻ കഴിയാത്തതിന് കാരണം അത് ഉറപ്പാണ്. ഇപ്പോ ഇത് ധർമ്മേന്ദ്ര പ്രധാനിൽ മാത്രം നിൽക്കുന്നില്ല എന്നതാണ്. അതായത് ഇപ്പോ CJP പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം എന്നാണ്. അത് കർഷക സമരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ആ ഒരു പ്രസ്താവന പറയുന്നതും. 3 ദിവസമായിട്ട് പാർലമെന്റ് ഇരുസഭകളും സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജന്തർ മന്ദറിലേക്കാണെങ്കിൽ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത് 3-4 ആവശ്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം. ഇത് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമരം ചെയ്തവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി ഒഴിവാക്കുക, അതിക്രമം നടത്തിയ പോലീസിനെതിരെ നടപടി എന്നുള്ളതാണ്. ഈ അതിക്രമം നടത്തിയ പോലീസിനെതിരെ നടപടി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഒരു ശരിയായ രീതിയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിൽ അതിക്രമം ഞാൻ പറയാം. നമ്മുടെ പോലീസ് മാനുവലും നമ്മുടെ CRPC അടക്കമുള്ള നിയമത്തിൽ എന്താ പറയുന്നത്? പോലീസ് ഉപയോഗിക്കേണ്ട ഫോഴ്സ് അപ്പുറത്ത് നിന്നുള്ള ഫോഴ്സിനനുസരിച്ചായിരിക്കണം. നമ്മൾ വഴിയെ കാണുന്ന ഒരുത്തന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിച്ചു, നമ്മുടെ രക്ഷാപ്രവർത്തനം പോലെ വഴിയെ വെറുതെ നിൽക്കുന്ന ഒരുത്തന്റെ ഇടയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിയാൽ പോലീസിന് അടിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പോലീസിനെ എപ്പോൾ അടിക്കാം, പോലീസിനെ എപ്പോൾ വെടിവെക്കാം, പോലീസിനെ എപ്പോൾ തണ്ണീർവാതകം പ്രയോഗിക്കാം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ കണ്ണീർവാതക പ്രയോഗമോ അല്ലെങ്കിൽ വെടിവെപ്പോ പോലീസ് നടത്തണമെങ്കിൽ അതിനൊരു ന്യായീകരണം വേണം. ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം രാഷ്ട്രീയ ആവേശം വെച്ച് കുട്ടികൾക്കെതിരെ സർക്കാരിന്റെ ആളെന്നുള്ള നിലയ്ക്ക് പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഗുണ്ടാപ്പണിയല്ലല്ലോ പോലീസിന്റെ പണി. അതുകൊണ്ട് പോലീസിന് ചില നിയമങ്ങളുണ്ട്, അത് പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുണ്ടല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്താ പ്രധാനം? ഇത്രയും കൊല്ലങ്ങളായി നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയെ ന്യായീകരിക്കുന്ന പ്രധാനമന്ത്രി, മന്ത്രിസഭ, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഇതിൽ? അങ്ങനെയാണെങ്കിൽ പിന്നെ പാർലമെന്റ് ജനാധിപത്യത്തിന് അർത്ഥമില്ലല്ലോ.
പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവിന് നേതൃത്വം നൽകുന്നത് ലെജിസ്ലേച്ചർ നിയോഗിച്ച, നിയമസഭ നിയോഗിച്ച പ്രധാനമന്ത്രിയും മന്ത്രിമാരുമാണ്. എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ജോലിയല്ല മന്ത്രിമാർക്കുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മാത്രമല്ല, അത് ചർച്ച ചെയ്യാൻ വേണ്ട പാർലമെന്ററി സംവിധാനം അത് ഉപയോഗിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സമരത്തെ ഏതെങ്കിലും രൂപത്തിൽ അടിച്ചമർത്താനും ജനാധിപത്യപരമായി ഇതിനെ ഇല്ലാതാക്കാൻ, ഇതിനെ നേരിടാതെ ആയുധം കൊണ്ട് നേരിടാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെ അതിനെതിരെ അനുകൂലമായി, സമരത്തിന് അനുകൂലമായി ജനങ്ങൾ വരുന്നത്. ആദ്യം കർഷക സമരത്തിന്റെ സമയത്തും ഇതുപോലെ തന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്നും ഇതുപോലെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എല്ലാവരും അവസാനം കർഷകർക്ക് അനുകൂലമായ രീതിയിൽ പറയുകയുണ്ടായി. പക്ഷെ അതിനുള്ളിലും ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു എന്നുള്ള വാദവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ഭാഗത്തെ ന്യായീകരണങ്ങൾ വിളമ്പുന്ന മാധ്യമങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമരത്തിനിടയിൽ നിന്ന് കല്ലേറ് വരുന്നുണ്ട്. ഇത് ഒരു റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞതാണ്. അപ്പോ ഒരുപക്ഷെ ആ വിദ്യാർത്ഥികളായിരിക്കും, ഞാൻ അതുകൊണ്ടാണ് വീണ സാറിനോട് അതെടുത്ത് ചോദിക്കുന്നത്, ഒരുപക്ഷെ ആ വിദ്യാർത്ഥികളായിരിക്കില്ല, അതിനുള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ചില ആളുകളായിരിക്കില്ല. കാരണം ഒരു കല്ലേർ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഫോഴ്സ് ചെയ്യേണ്ടി വരും, പോലീസിന് അത് ചെയ്യേണ്ടി വരും. അതിലേക്ക് നയിക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ഇതിലേക്ക് കടന്നു കയറി. അങ്ങനെയാവാം. ഇത് ഒരു ആൾക്കൂട്ടം പോലെ തന്നെ രൂപപ്പെട്ടതാണ്, ഒരു സംഘടനയല്ല. പാർട്ടി എന്ന് പറയാൻ പറ്റിയ പോലും പാർട്ടിയൊന്നുമില്ല, അതിൽ നേതാക്കളില്ല. ഇങ്ങനെ നമ്മുടെ സാധാരണ പാർട്ടികളിലെ പോലെ സംസ്ഥാനം, ജില്ല, അങ്ങനെ നേതാക്കളൊന്നുമില്ല. അങ്ങനെ വന്ന ഘട്ടത്തിൽ തീർച്ചയായും ഇതിനെ തകർക്കാൻ വേണ്ടവരും അതിനകത്ത് കടന്നിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞത്, ആ ഭാഗത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തതിനെ അവരെ ശിക്ഷിച്ചോളൂ. പക്ഷെ പോലീസ് ചെയ്ത തെറ്റാണല്ലോ പ്രധാനം. പോലീസല്ലേ നിയമം പാലിക്കാൻ ബാധ്യതപ്പെട്ടവർ. ഇപ്പുറത്ത് നിന്ന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ ആളുകൾ ആരാണെങ്കിലും പിടിക്കട്ടെ, അതിനൊന്നും ഇവരാർക്കും വിരോധമില്ല. ഇവരെന്തായാലും സമരത്തിൽ ഒരുതരം ഹിംസാത്മകത ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ എപ്പോഴേ ചെയ്യായിരുന്നു. ഇത്രയും മർദ്ദനവും ഇത്രയും അടിയും വരുമ്പോഴും അവരൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ തീർച്ചയായും കർഷകരുടെ സമരത്തിൽ ഇത് തന്നെയാണ്. പക്ഷെ കർഷക സമരത്തോട് പറഞ്ഞ അതേ സമീപനമാണ് സർക്കാർ ഇപ്പൊ ചെയ്യുന്നത്. എന്താ? സംരക്ഷണ രാഷ്ട്രീയം. അതെന്തായാലും വിജയിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ കണക്കാക്കുന്നത് ഏകാധിപത്യപരമായി സർക്കാരിന്റെ അവസാനത്തിന്റെ തുടക്കമാണെന്ന്. കാരണം അടുത്ത ഈ വർഷം കുറെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, അതിലൊക്കെ ദയനീയമായി പരാജയപ്പെടും. അവസാനം പാർലമെന്റ് തിരഞ്ഞെടുക്കുമ്പോഴും ഇത് അനുഭവിക്കേണ്ടി